എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എന്താണ് ചിന്തിക്കുന്നത്? ഒന്നുകിൽ നമ്മുടെ എന്തെങ്കിലും ഇല്ലായ്മയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരാധീനതയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത്, അല്ലേ? ഇത് പലപ്പോഴും നമുക്ക് മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ഭയവും ആശങ്കയൊക്കെ വരുത്താറുണ്ട്, അല്ലേ? എന്നാൽ നമ്മുടെ ഈ ആശങ്കയും ഭയത്തെ ഒക്കെ മാറ്റി നമ്മുടെ മനസ്സിനെ ഫുൾ എനർജറ്റിക് ആക്കി നിർത്താൻ പറ്റുന്ന ഒരു മാന്ത്രിക വിദ്യയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ പേര് ദീപ്തിയസ്. ഞാൻ ഹിപ്നോട്ടിക് കൗൺസിലർ, സക്സസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ കോച്ച്. നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി ഇടുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ആ ഒരു മിറക്കിൾ വേർഡ്? മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയാം, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത. നന്ദി എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായൊരു വാക്കായിട്ട് തോന്നാം, അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്ദി എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്തത് മുതൽ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു നന്ദി പറയുന്നത് വഴി നമ്മുടെ മാനസികാരോഗ്യം, അതുപോലെ റിലേഷൻഷിപ്പ്, കരിയർ എന്നീ മേഖലകളെല്ലാം നല്ലൊരു മാറ്റം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അത്ഭുത വിദ്യ പ്രവർത്തിക്കുന്നതെന്നും അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയുന്നു. എല്ലാം ആദ്യം അവസാനം മുതൽ കാണുക. ഓക്കെ? അപ്പോൾ എന്താണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി? അപ്പം നമുക്ക് വലിയ ഗിഫ്റ്റ് കിട്ടുമ്പോഴോ എന്തെങ്കിലും വലിയ സൗഭാഗ്യം കിട്ടുമ്പോഴോ നമ്മൾ ദൈവമേ നന്ദി, അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് തരുന്ന ആൾക്ക് നന്ദി പറയാറുണ്ടല്ലേ? എന്നാൽ അത് അങ്ങനെ ഒരു വാക്ക് മാത്രമല്ല. ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി എന്ന് പറയുന്നത് വലിയൊരു വികാരം തന്നെയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വേവലാതിപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ ഭഗവാൻ എനിക്ക് വലിയ വീടില്ല, ഞാൻ ആഗ്രഹിക്കുന്ന കണക്കുള്ള കാറൊന്നുമില്ല, അതുപോലെ തന്നെ പണമില്ല എനിക്ക്, അല്ലേ? അങ്ങനെ കുറേ പരാതികൾ നമ്മൾ പറയാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾക്ക് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് പുറത്തുള്ള പൂക്കളെയും ചെടികളെയും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ട്, നമുക്ക് കിടന്നുറങ്ങാനൊരു വീടുണ്ട്, അല്ലേ? നമുക്ക് നമ്മുടെ കൂടെയുള്ള ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, മക്കളെല്ലാം ഉണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, ഇല്ലേ? ഒരു നേരത്തെ ആഹാരം കിട്ടാതെ, നമ്മൾ ഈ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയാതെ എത്രയോ ആൾക്കാരാണ് ജീവിക്കുന്നത്. എത്രയോ ആൾക്കാർ ഹോസ്പിറ്റലിൽ ആരോഗ്യത്തിന് വേണ്ടി കിടന്ന് കേഴുകയാണ് ദൈവത്തിനോട്. പക്ഷെ നോക്കി, ഇതെല്ലാം നമുക്ക് ഭാഗ്യം തരുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? അപ്പം നമ്മൾ ഈ ഓരോ കാര്യത്തിനും നമ്മൾ മനസ്സറിഞ്ഞു നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിൽ നമ്മൾ എത്രയെത്ര ഭാഗ്യം ചെയ്തവരാണ്, എത്ര വലിയ കാര്യങ്ങളാണ് നമ്മുടെ കൈകളിലുള്ളത്. നമ്മുടെ കൈകളിലുള്ള ഈ വലിയ ഭാഗ്യത്തെ നമ്മൾ കാണാതെ നമ്മളില്ലാത്ത കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കൂടുതൽ സങ്കടങ്ങളും ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ള ഈ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? നന്ദി പറയാൻ തുടങ്ങുക. സത്യം പറഞ്ഞാൽ ഈ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാതെ പോലും നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി, നിങ്ങൾ താങ്ക് യു എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഉള്ളിൽ വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് തന്നെയാണ്. പറയുമ്പോൾ പോലും എനിക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നന്ദി എന്ന് പറഞ്ഞാൽ വെറുതെ ഉപദേശം മാത്രമല്ലടാ. ഈ ഒരു നന്ദി എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഇത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ്. ഡോപ്പമൈൻ, സെറോട്ടോണിൻ എന്ന് പറയുന്ന കുറേ ഹോർമോൺസുകൾ ഈ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനെ ഹാപ്പി ഹോർമോൺസ് എന്നാണ് പറയുന്നത്. ഈ നമ്മളിങ്ങനെ മനസ്സിൽ തട്ടി അങ്ങോട്ട് നന്ദി പറയുമ്പോൾ നമ്മൾ ഓരോ നിസ്സാര കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. ഇപ്പം എനിക്ക് സംസാരിക്കാൻ ഈ മൊബൈൽ ഫോൺ എനിക്കുണ്ട്, ദൈവമേ എനിക്കൊരു മൊബൈൽ ഫോൺ ഉള്ളത് നന്ദി, എനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞല്ലോ അതിന് നന്ദി, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ അതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഈ പ്രപഞ്ചത്തെ കാണാൻ കഴിഞ്ഞല്ലോ അതിന് നന്ദി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ തട്ടി നമ്മുടെ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഹോർമോൺസുകൾ നമ്മൾ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുകയും, ഇത് ഹാപ്പി ഹോർമോൺസ് അല്ലേ? അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ആ ഭയവും ആശങ്കയും സ്ട്രെസ്സും എല്ലാം പതിയെ അങ്ങ് കുറയും. അങ്ങനെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ കൂടുതൽ പവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കുക, എങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതെന്നാണ് ഇനി അടുത്തതായിട്ട്
പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും അത് ശ്രദ്ധിച്ച് കാണുക. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന് ശേഷം അത്രമാത്രം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത്രമാത്രം വലിയ വലിയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ എന്നെപ്പോലെ എന്താ പറയുക, ഈ ഒറ്റപ്പെടലിലും വിഷമത്തിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. അപ്പം അതേപോലുള്ള സാഹചര്യങ്ങളുള്ള ഈ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾ സംഭവിച്ചിരിക്കും, മാറ്റം സംഭവിച്ചിരിക്കും, അതിന് യാതൊരു മാറ്റവുമില്ല. നമുക്കൊരു കഥ കേൾക്കാം. ഒരിക്കലും ഒരു വ്യാപാരി ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അദ്ദേഹത്തിന് നല്ല ബിസിനസ്, നല്ല ഉയർച്ച നടത്തിക്കൊണ്ട് നല്ല ലാഭമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് വ്യാപാരിയാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വളരെ ഒരു നഷ്ടം സംഭവിച്ചു. അദ്ദേഹം അങ്ങനെ നടന്ന് ആ ബിസിനസ് തകർച്ചയിൽ മനം വിഷമിച്ചിട്ട് ഇങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ദൈവത്തിനോട് ഇങ്ങനെ പരാതി പറയാണ്, ഭഗവാനെ, ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? എനിക്ക് ഇത്രമാത്രം കഷ്ടങ്ങൾ സംഭവിച്ചത് എന്താണ്? ഞാനിനി എന്താണ് ചെയ്തത്? എൻ്റെ ബിസിനസ് തകർന്നു പോയല്ലോ എന്നൊക്കെ. അപ്പോൾ അതുവഴി ഒരു വൃദ്ധൻ നടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ, നഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, വൃദ്ധൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, താങ്കൾ 2 കണ്ണുകൾ എനിക്ക് താ, ഞാൻ 1 കോടി രൂപ അങ്ങ് തരാം. അപ്പം നമ്മുടെ വ്യാപാരി പറഞ്ഞു, പറ്റില്ല, എനിക്ക് എൻ്റെ കണ്ണുകൾ ഏറെ വിലപ്പെട്ടതാണ്, അതെനിക്ക് തരാനേ പറ്റില്ല. അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് താങ്കളുടെ 2 കൈ താ, ഞാൻ 2 കോടി രൂപ തരാം. അപ്പം വ്യാപാരി, പറ്റത്തില്ല, ഇനി എൻ്റെ കൈകളും വിലപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്ര കോടിക്കണക്കിന് രൂപ വിലയുള്ള നല്ലൊരു ശരീരവും നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യവും കയ്യിലുള്ളപ്പം നിങ്ങൾക്ക് എന്തിനാണ് ഈ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിലപിക്കുന്നത്? നമ്മളെ പലരും ഇതുപോലെ കാണല്ലേ, നമ്മുടെ കയ്യിലുള്ളതിനെക്കുറിച്ച് ഓർത്ത് അതിൻ്റെ വില നമ്മൾ അറിയാണ്ട് നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ പായുകയാണ്. ഓരോ ദിവസവും മനസ്സിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കയ്യിലുള്ള, നമ്മളില്ലാത്തതിനെക്കുറിച്ച് മാത്രം അങ്ങോട്ട് ചിന്തിക്കുക, അങ്ങോട്ട് മാറ്റി നിർത്തിയെടുത്ത് നമ്മുടെ ഉള്ള കാര്യത്തെക്കുറിച്ച് മാത്രം അങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങാം. ഇപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും? അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. ഓക്കെ, ഒന്നാമത്തത്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. കേട്ടിട്ടുണ്ടാവാം എല്ലാവരും. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് എടുക്കുക. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു നോട്ട്ബുക്ക് എടുക്കുക. അല്ലെങ്കിൽ എന്ത് നോട്ട്ബുക്ക് ആണെങ്കിലും നിങ്ങളൊരു പേപ്പർ എടുത്തു അല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുത്ത് ചെയ്തിട്ട് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്ന് എനിക്ക് കിട്ടിയ എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് നന്ദി പറയാം. ഇന്ന് എനിക്ക് ഫുൾ ടൈം ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിഞ്ഞതിന് നന്ദി, ഒരു 5 or 10 നന്ദി പറയാം. എനിക്കിന്ന് നല്ല ആഹാരം ലഭിച്ചതിന് നന്ദി, എനിക്കിന്ന് വസ്ത്രം ലഭിച്ചതിന് നന്ദി, എനിക്കിന്ന് ശ്വസിക്കാനുള്ള ശുദ്ധവായു ലഭിച്ചതിന് നന്ദി, എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ദിവസം കൂടി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞതിന് നന്ദി, എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞതിന് നന്ദി. അങ്ങനെ എത്രയോ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറഞ്ഞാലും തീരത്തില്ല. അപ്പോൾ ഓരോ ദിവസവും ഈ 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ എന്ത് ചെയ്യുക, ഇതുപോലൊക്കെ നന്ദി പറഞ്ഞ് എഴുതുക. രണ്ടാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിംഗ് എന്ന് പറയാം. ഈ പറഞ്ഞ് എഴുതുന്ന അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സമയം രാവിലെ എഴുന്നേറ്റ്, ഞാൻ പറഞ്ഞില്ലേ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നന്ദിയോടുകൂടി എഴുന്നേൽക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യം, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയാനില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബ്രേഷൻ വളരെ വലുതാണ്. അതിനുശേഷം നമുക്ക് മുറ്റത്തിറങ്ങിയതിന് ശേഷം നമുക്ക് അവിടെ ചുറ്റും കാണുന്ന എല്ലാത്തിനോടും നമുക്ക് നന്ദി പറയാം. ചെടികളോട് നന്ദി പറയാം, പൂക്കളോട് നന്ദി പറയാം, നമ്മുടെ കൂടെ ഉള്ളവരോട് നന്ദി പറയാം, എല്ലാത്തിനോടും നന്ദി പറയാം. അപ്പം പറഞ്ഞുകൂടെ നമുക്കൊന്ന് നമ്മളൊന്ന് നടന്ന് പറഞ്ഞ് യാത്ര ചെയ്താലും നമുക്ക് ശരിക്കും പോസിറ്റീവ് വൈബ് കിട്ടും. പിന്നെ മറ്റൊന്ന്, നമ്മൾ ആരെയും ഒന്നിനെക്കുറിച്ച് ഓർത്തും പരാതിപ്പെടാതിരിക്കുക. ആരോടും എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എന്നാലും നീ എന്നോട് അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, അങ്ങനെ ഒന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്നിനോടും നമ്മൾ പരാതി പറയരുത്. പരാതി അഥവാ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ പരാതി പറയാനായിട്ട് പോകുന്നത് അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ചിന്തിക്കുക. എനിക്ക് എന്തുണ്ടെന്ന് ചിന്തിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ നന്ദി പറയാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. മറ്റൊന്നാണ്, നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക. അതായത് നമുക്കിപ്പം കുറേ ആൾക്കാർ പല കാര്യങ്ങൾക്ക് നമുക്ക് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലേ.
അതിനെല്ലാം നമ്മൾ മനസ്സ് തുറന്നങ്ങ് നന്ദി പറയാം. ഇപ്പം നന്ദി പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർ അയ്യോ എന്തിനാ നന്ദി എന്ന വലിയ ഫോർമാലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയാം. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മ നമുക്ക് ആഹാരം പാകം ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആ അമ്മ ആഹാരം പാകം ചെയ്ത് തരുമ്പോൾ അമ്മയ്ക്ക് നന്ദി പറയണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ക്ലാസ് ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക് എടുത്തുകൊണ്ട് വന്നു, അത് അവന് നന്ദി പറയാം. കൊച്ചെന്നോ വലതൊന്നോ ഒന്നുമില്ലാണ്ട് എല്ലാവർക്കും നമ്മൾ മനസ്സ് തുറന്ന് നന്ദി പറയുക. അത് കുട്ടികളാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡാവാം, വൈഫാവാം, ഓഫീസിൽ ജോലി ചെയ്യുന്നവരാവാം. നമ്മളൊരു പെട്രോൾ പമ്പിൽ പോയിട്ട് എണ്ണ അടിക്കുകയാണ്. അപ്പോൾ പെട്രോൾ പമ്പിൽ പോയി എണ്ണ അടിക്കിട്ട് അയാൾ നമുക്കൊരു സഹായം ചെയ്ത് തന്നെയല്ലേ, മീൻസ് നമ്മൾ പൈസ കൊടുത്തിട്ടാണ്, അദ്ദേഹത്തിന് നമുക്ക് നന്ദി പറയാം. ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ശരിക്കും ഒരു തിളക്കം നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് നന്ദി അങ്ങോട്ട് പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻസ് അത് ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഞാൻ ശരിക്കും കുറേ അടുത്ത് നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുള്ളതും ശരിക്കും നമുക്ക് സ്വയം കുറേ അധികം ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ജീവിതമേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കത്തില്ലടാ. കഷ്ടപ്പാടുകളും പരാധീനതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഓരോ പരാതികൾക്കിടയിലും നമ്മൾ നല്ലതിനെ കണ്ടെത്തി നമ്മൾ നന്ദി പറയാൻ അങ്ങോട്ട് തുടങ്ങിയാൽ അവിടെ നിന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുക. അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഭൂമിയിൽ വിജയത്തോടു കൂടി നിലനിൽക്കാനും കഴിയാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാ വ്യൂവേഴ്സിനും എല്ലാവർക്കും 1000 ഞാൻ നന്ദി പറയാണ്. ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും നന്ദി പറയണം എന്ന് തോന്നിയില്ലേ? ആ നന്ദി നമ്മുടെ ഈ ഒരു കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.